നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന് തെക്ക് വടക്ക് തീരപ്രദേശമുണ്ട്. ഏറ്റവും വലിയ ഒരു സംഭവമാണ്, മഹാസംഭവമാണ്. നമ്മുടെ റവന്യൂ, നമ്മൾ കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള റവന്യൂ ആ തീരപ്രദേശം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്. ശരിയാണ്, പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വിശാലമായ ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അങ്ങ് തിരുവനന്തപുരത്ത് തുടങ്ങി ഇങ്ങോട്ട് വരാണെങ്കിൽ കാസർഗോഡ് വരെ നമുക്ക് തീരപ്രദേശങ്ങളിൽ ഓരോരോ മേഖല, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട്. കോഴിക്കോട് ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഒരു പ്രധാന അടയാളം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശികൾ കണ്ടമാനം വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ബീച്ചിൽ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മലബാറിന്റെ തനത് രുചികൾ, കടുക്കയായിക്കോട്ടെ അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈ ആയിക്കോട്ടെ, ഇങ്ങനെ ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങൾ അതൊക്കെ രുചിച്ച് അതിന്റെ രുചി അറിഞ്ഞ് മിഠായി തെരുവിലൂടെ ഒന്ന് നടന്ന്, അതൊരു രീതിയാണ്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്തരത്തിലുള്ള കോഴിക്കോടിനെ ടൂറിസം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനോളം നിലയ്ക്ക് പോകുന്ന ചില പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടത്ര വാർത്തയാക്കിയിട്ടില്ല. പക്ഷെ നമ്മളത് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ശ്രീ വി സതീശൻ പറഞ്ഞതുപോലെ ഉള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, അത് നാലായിട്ട് മടക്കി കൊട്ടയിലിടേണ്ടി വരും. ഒരു ഒറ്റ എണ്ണം കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കൂല. മാത്രമല്ല, തീരദേശത്തെ വലിയൊരു വിഭാഗത്തിന് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. വരുമാനം നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം മതിയല്ലോ ചരിത്രം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബീച്ചിൽ മാത്രമല്ല നമ്മൾ ഇതിനെ പറയേണ്ടത്. നമ്മുടെ ഹോട്ടൽ സംസ്കാരത്തിൽ, അതിന്റെ മേഖലയിൽ ഒക്കെ, അതിഥി സംസ്കാരത്തിലൊക്കെ അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ട വലിയൊരു മാറ്റത്തെക്കുറിച്ച്, അത് ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത അതുണ്ടായേ പറ്റുള്ളൂ. നമ്മൾ സാധാരണക്കാരെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന പണം കൊടുത്ത് ഒരു ഹോട്ടലിൽ കയറുന്നത് കേവലം വിശപ്പടക്കാൻ മാത്രമല്ല, ഒരു ദിവസത്തെ ഓട്ടപ്പാച്ചില് അല്ലെങ്കിൽ ഒരു മാസത്തെ ഓട്ടപ്പാച്ചില്, ഇതിനിടയിൽ ഒരു അല്പ സന്തോഷം, ആ സന്തോഷം കണ്ടെത്താനും കുടുംബത്തോടൊപ്പം അടുക്കളയൊക്കെ ഒന്ന് പൂട്ടി പുറത്തേക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പുറത്തിറങ്ങി ഒരല്പം സമയം ചെലവഴിക്കാനുമാണ്. എന്നാൽ ഇന്ന് പല ഹോട്ടലുകളിലും അല്ലെങ്കിൽ തട്ടുകടലിലും ഒക്കെ നമ്മൾ കാണുന്നത് തികച്ചും നിരാശാജനകമായിട്ടുള്ള കാഴ്ചകളാണ്. കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കാതെ എന്തോ ഒരു സൗജന്യം വാങ്ങാൻ വരുന്നത് പോലെ അവർ എന്ന വിധത്തിൽ ആ രൂപത്തിൽ പെരുമാറുന്ന ചില ഹോട്ടലുകളും അവിടുത്തെ ജീവനക്കാരും അല്ലെങ്കിൽ തട്ടുകടകളും ബീച്ചിലെ തന്നെ ചില കടകളും ഒക്കെ അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ബിസിനസ് നടത്തുന്നവര് ഭക്ഷണം വാങ്ങാൻ അവിടെ ആളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കടകൾ ബാക്കി ഉണ്ടാവില്ല, അവരുടെ സ്ഥാപനം ബാക്കി ഉണ്ടാവില്ല. അവരുടെ അടുപ്പ് പുകയുന്നത് പോലും ഇവിടുത്തെ സാധാരണക്കാരായിട്ട് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ അവരിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന പൈസ, ആ പണം കൊണ്ടാണ്, അവർക്ക് കിട്ടുന്ന പണത്തിന്റെ ലാഭവിഹിതം കൊണ്ടാണ് അവരുടെ വീട്ടിലെ അടുപ്പ് പുകയുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം കടയിലേക്ക് വരുന്ന മനുഷ്യരോട് മര്യാദയായിട്ടും മാന്യമായിട്ടും ആദരവോടുകൂടി പെരുമാറാൻ ഓരോ ഹോട്ടൽ ഉടമയും അല്ലെങ്കിൽ ബീച്ചിലെ ഓരോ ഷോപ്പ് ഉടമയും ചെയ്യണമെന്നതാണ്. മാത്രമല്ല, വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കല്ലേ, നല്ല ഭക്ഷണം കൊടുക്കല്ലേ. ഭക്ഷണ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ ചില വിഭവങ്ങളൊക്കെ കേടുവരും, സ്വാഭാവികം. നമ്മൾ അറിയാതെ തന്നെ കേടുവന്ന് പോകും. അത്തരത്തിൽ ഗുണനിലവാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു പോയി കഴിഞ്ഞാൽ അത് വാങ്ങുന്നവർ പറയുകയും ചെയ്യും. എത്ര വലിയ ഹോട്ടലാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ചെറിയ പിഴവുകൾ അപ്പൊ തന്നെ അത് എടുത്തു മാറ്റി, അത് പിന്നെ കച്ചവടം ചെയ്യാതെ മാറ്റി വെക്കേണ്ട സ്ഥാനത്ത് വേണമെങ്കിൽ തിന്നിട്ട് പോടാ എന്ന വിധത്തിലുള്ള ഒരുതരം പെരുമാറി കഴിഞ്ഞാൽ അത് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നതനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു ഉപഭോക്താവ് തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് അയാൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറോ കേടോ കണ്ടിട്ട് അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഈഗോയായി കാണിക്കാതെ വളരെ വിനയത്തോടെ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല വ്യാപാരി ചെയ്യേണ്ടത് ആ ഭക്ഷണം എല്ലാം ഒഴിവാക്കുക, ആ ബില്ല് ഒഴിവാക്കി കൊടുക്കുക. ഇനി ഇത് കൊടുക്കുന്നില്ല, ഇത് കേട നിങ്ങൾ മറ്റു വേറെ നല്ല ഭക്ഷണം ഉണ്ടാവുമല്ലോ അത് കൊടുക്കുക, മറ്റത് വേഗം അവിടെ നിന്ന് എടുത്ത് മാറ്റുക. ആ ഭക്ഷണം മാറ്റിയിട്ട് നല്ല രീതിയിൽ പാകം ചെയ്ത മറ്റൊന്ന് സ്നേഹത്തോട് കൊടുക്കുക. സ്പോട്ടിൽ പാകം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലൊരെണ്ണം പാകം ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഈ പരാതി പറയുന്നവനെ ശത്രുവായി കണ്ടുകൊണ്ട് അവനോട് തട്ടിക്കയറാനും അവനോട് അഹങ്കാരം കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് വഴിമാറുക. നിർഭാഗ്യവശാൽ പലയിടത്തും അത്തരത്തില് കടയുടമകളുടെ മോശം പെരുമാറ്റമുണ്ട്, ധാർഷ്ട്യമുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് വലിയ പ്രശ്നങ്ങളായി തർക്കങ്ങളിലേക്കും നാണക്കേടുകളിലേക്കും ഇവർ എത്തിക്കുന്നുണ്ട്. കസ്റ്റമർ എപ്പോഴും ശരിയാണ് എന്ന ഒരു പഴയൊരു ആപ്തവാക്യമുണ്ട്. അത് മറന്നിട്ട് സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം വലിയ പ്രതിസന്ധികൾക്ക് കാരണമായിട്ട് ഈ കടകൾ അല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്തുണ്ടായ ഒരു സംഭവം തന്നെ നമുക്ക് പറയാം. വിനോദസഞ്ചാരികളുണ്ട്, അവിടുത്തെ സാധാരണക്കാരെ എത്രയോ മനുഷ്യരുണ്ട്. അവരെല്ലാവരും അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരു തട്ടുകടയിൽ കയറി അവിടെ നിന്ന് ഒരു ഭക്ഷണം വാങ്ങി. കൂന്തൽ ഫ്രൈ ആണ് വാങ്ങിയത്. ആ കൂന്തൽ ഫ്രൈ ശരിയായില്ല, അത് കേടുവന്ന കൂന്തലായിരുന്നു, അതിന് മണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചൂണ്ടിക്കാണിച്ചു.
ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ അത് മാറ്റേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ മാറ്റേണ്ട സ്ഥാനത്ത് വേണമെങ്കിൽ തിന്നിട്ട് പോടാ എന്ന രീതിയിൽ ഒരു പെരുമാറിയ ഒരു രീതിയുണ്ട്. അത് വളരെ വലിയ രീതിയിൽ വഷളാക്കി. അത് മാത്രമല്ല, തിരുത്താൻ തയ്യാറാകാതെ അഹങ്കാരവും മാന്യതയില്ലാത്ത പെരുമാറും കൂടെ ചെയ്തോടുകൂടി ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പോയി, ചുറ്റുമുള്ളവരുടെ വിശ്വാസ്യത പോയി, ആ നാട്ടിലെ കച്ചവട അന്തരീക്ഷത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലുള്ള എല്ലാവരെയും സംശയത്തിന്റെ നിഴലിലേക്ക് നോക്കുന്ന നിലയിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതിന് നേർക്കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട്. കോഴിക്കോട് എന്ന് കേട്ടാൽ നാവിൽ ആദ്യം വരുന്നത് അവിടുത്തെ ഭക്ഷണത്തിന്റെ രുചിയും അത് വിളമ്പുന്നവരുടെ സ്നേഹവുമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആ നന്മയുടെയും ആ സ്നേഹത്തിന്റെയും പാരമ്പര്യമുള്ള മണ്ണിൽ പോലും ഇത്തരം ധാർഷ്ട്യത്തിന്റെ കറുത്ത പാടുകൾ വീഴുക എന്ന് പറഞ്ഞത് അങ്ങേയറ്റം ഖേദകരമാണ്. നമ്മുടെ നാട് വലിയ രീതിയിൽ ടൂറിസത്തെ ആശ്രയിക്കുന്ന ഒന്നാണ്. നമുക്കറിയാലോ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിദേശികളായിട്ടുള്ള സഞ്ചാരികൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ പ്രകൃതി ഭംഗിയും നമ്മുടെ ബീച്ചുകളും ഒക്കെ തേടി ഇവിടെ എത്താറുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ തനതു രുചികൾ ആസ്വദിക്കാവുന്നത് അവരുടെ യാത്രകളുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഈ വിദേശികൾ വന്ന് അവരുടെ ഹോട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ തട്ടുകടകളിൽ നിന്ന് ബീച്ചുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്നത് വെറും ഭക്ഷണമല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം കൂടിയാണ് നമ്മൾ വിളമ്പുന്നത്. അവരോട് നമ്മൾ കാണിക്കുന്ന പെരുമാറ്റം, നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു സ്നേഹം, അതിന്റെ കൂട്ടത്തിൽ സ്നേഹം വിളമ്പി നൽകുന്ന ഭക്ഷണം, അതിന്റെ ഒരു ഗുണനിലവാരം, ഇതൊക്കെ നമ്മൾ വേണ്ട വിധത്തിലല്ല ചെയ്യുന്നെങ്കിൽ, മോശമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ പ്രതിച്ഛായ തന്നെയാണ് അത് ബാധിക്കുന്നത് എന്നാണ് ഈ ബീച്ചിലൊക്കെ കച്ചവടം ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ ഉടമകൾ മറ്റുള്ളവർ മനസ്സിലാക്കുക. ഇന്നത്തെ ഡിജിറ്റൽ യുഗമാണിത്. ഒരു വിദേശിക്ക് നമ്മുടെ നാടിനെയും ഇവിടുത്തെ ഭക്ഷണത്തെയും കുറിച്ച് മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരത് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ബ്ലോഗുകളിലൂടെയോ ലോകത്തോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പൊ തീരും. നമുക്കറിയാമല്ലോ, മൂന്നാറിലൊരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടി വന്നിട്ട് മോശം അനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്രത്തോളം വിവാദമായി എന്നുള്ളത്. അങ്ങ് അകലെ കാനഡയിലും UK ഉള്ളവർ പോലും അതിന് പ്രതികരിച്ചത് കണ്ടു. മൂഞ്ചാർ നമുക്ക് വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ മൂന്നാറിലേക്ക് വിദേശികൾ പോകുന്നത് ചുരുങ്ങി. ഇപ്പോഴും അവിടെ ടാക്സി ഗുണ്ടായിസമുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആഗോളതലത്തില് നാണം കെടുന്നത് നമ്മുടെ നാടാണ്, പെട്ടുപോകുന്നത് നമ്മളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഒരു വിദേശിക്ക് ഉണ്ടാകുന്ന ഒരു മോശം അനുഭവം നമ്മുടെ ടൂറിസം മേഖലയെ ഒന്നാകെ തകർക്കാൻ പോകുന്നതാണ് ഇന്നത്തെ കാലത്ത്. നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് ഇത്തരത്തിലൊരു മോശം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ മലയാളിക്കാണ് ഈ അനുഭവം ഉണ്ടായത്. അവരത് വാർത്തയാക്കി, ആ സ്ഥാപനം പൂട്ടി. കേടുവന്ന ഭക്ഷണം എന്ന് പറഞ്ഞു, കേടുവന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ ന്യായീകരിച്ച് വേണം തിന്നിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ അവർ പരാതിപ്പെട്ടു. ആ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുന്ന സാഹചര്യം വന്നു. നോക്കൂ, ആ ബീച്ചിലുള്ള ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ സംശയത്തിന്റെ നിഴലിലായില്ലേ. ഇനി അവിടെ എത്തുന്നവർ അവിടെ മോശം ഭക്ഷണമാണ്, നമുക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കേണ്ട എന്ന് കരുതിയിട്ട് കൊണ്ടുപോയി കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം പോയില്ലേ. ഇതൊന്നും അറിയാതെ വന്നു ചേർന്ന ടൂറിസ്റ്റുകൾ അവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ പറയില്ലേ, അവർ എഴുതിയിടും അവരുടെ വ്ളോഗുകൾ, കോഴിക്കോട് നിങ്ങൾ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കോഴിക്കോട് നിന്ന് ഭക്ഷണം വാങ്ങരുത്, ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പണിയായില്ലേ. ഇതല്ലേ അവസ്ഥ. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ, ആ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പറയാതിരിക്കാൻ വയ്യ. അവർ വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാന്നാണ് പറയുന്നത്. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുത്തിന് പിടിക്കുക, നമ്മൾ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയതുകൊണ്ട് മാത്രം കുടുംബത്തിൽ കുട്ടികളെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ അവഹേളിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ, അതൊക്കെ ഒന്ന് മാറണം. അങ്ങനെ മാറിയാൽ മാത്രമേ നമ്മുടെ നാടിനും ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഇനി അന്തസ്സോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. Different angles. Don't forget to subscribe and support this channel.